ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. സോ ഇത് കോഴിക്കോട് വിസിറ്റ് പാർട്ട് 2 വീഡിയോ ആണ്. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയത്. ഞങ്ങൾ മാനാഞ്ചിറ ലൈറ്റ് കാണാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അത് നടന്നില്ല. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു. അപ്പൊ ഇന്ന് ഞങ്ങൾ ഫുൾ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്തിട്ടേ പോണുള്ളൂ. അമ്മയ്ക്ക് കോഴിക്കോടായിട്ട് കുറെ മെമ്മറീസ് ഉണ്ട് അല്ലേ? കാരണം ഞാൻ 25 വർഷം മുന്നേ മാനാഞ്ചിറയുടെ അടുത്തുള്ള ഗവൺമെന്റ് BEd ട്രെയിനിങ് കോളേജിലാണ് BEd ചെയ്തത്. അപ്പോൾ ഒരു വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഓർമ്മകളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് കോഴിക്കോടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. അന്ന് നമ്മള് കടലുണ്ടി വിസിറ്റ് ചെയ്യാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. കാപ്പാട് ബീച്ചിൽ എന്റെ NSS ക്യാമ്പ് മീറ്റ്സിന്റെ കൂടെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. കാപ്പാട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വരണം എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ വൈബും ഇവിടുത്തെ ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ ഫുൾ കോഴിക്കോടുണ്ട്. ഞങ്ങൾ കാണുന്നതിനൊപ്പം നിങ്ങൾക്കും കോഴിക്കോട് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു പോയി കഴിക്കണം വിചാരിച്ചതാണ്, പക്ഷെ പുറത്തു പോയി കഴിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ ഓർഡർ ചെയ്തു. അപ്പവും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഏത് സാഗർ ഹോട്ടൽ, നല്ല റിവ്യൂ കണ്ട ഹോട്ടലായിരുന്നു. കഴിച്ചിട്ട് പറയാം. എന്താ പച്ച കളറൊക്കെ? പേടിച്ചു പോയി. വിമ്മാണോന്ന് വിചാരിച്ച്. മുട്ടക്കറി അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല സോഫ്റ്റ് അല്ലേ? ഇപ്പം മുട്ടക്കറി ഞാൻ താഴെ ഇരിക്കുന്നുണ്ട്. സോ ഗൈസ്, ഈ റൂമിൽ 2 ചെയറേ ഉള്ളൂ. ഇവരെന്നെ താഴെയാണ് ഇരുത്തുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അമ്മയുടെ കോളേജ് കാണാൻ വേണ്ടി പോവാണ്. മിഠായി സ്ട്രീറ്റിലും പോകണമെന്നുണ്ട്. എന്തൊക്കെയാ നടക്കാന്നറിയില്ല. ഓൺ ദ വേ കാണിക്കാം. ഇറങ്ങി വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ആ വണ്ടിയുടെ ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും വരാത്തപ്പോൾ ടൈം കളയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓട്ടോ എടുക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ഓട്ടോകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഓട്ടോകളും മീറ്റർ ഓണാക്കി മീറ്റർ ചാർജാണ് എടുക്കുന്നത്. വളരെ നല്ലൊരു സിസ്റ്റമാണ്. എല്ലാ നാട്ടിലും കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. സോ ഞങ്ങൾ അമ്മയുടെ BEd ട്രെയിനിങ് കോളേജിൽ, അമ്മ പഠിച്ച BEd ട്രെയിനിങ് കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഗവൺമെന്റ് BEd ട്രെയിനിങ് കോളേജ്. ഇവിടെ കുറേ ഓർമ്മകളുണ്ട്. ഇവിടെ മലയാളത്തിൻ്റെ മെയിൻ ക്ലാസ് നമുക്ക് ആദ്യം ജനറൽ സെക്ഷൻ ഉണ്ടാവുക ഫസ്റ്റ് പീരീഡ്. അപ്പോൾ അത് അവിടുത്തെ ഒരു ബിൽഡിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ വിഷയങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്. അപ്പോൾ നമ്മുടെ മെയിൻ ലാംഗ്വേജ് മലയാളമായിരുന്നു. അത് ഈ ബിൽഡിങ്ങിൽ ക്ലാസ്. ഇനി ഇവിടെ ഈ നെല്ലിമരം അമ്മ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് അല്ലേ? അതെ, 25 വർഷം മുന്നേ ഞാൻ പഠിക്കുമ്പോൾ ഈ നെല്ലിമരം ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പോയി ഞങ്ങൾ മിഠായി തെരുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. കോഴിക്കോട് ഈസ് ഓൾവേസ് സോ ക്രൗഡഡ്. എപ്പോഴും ഭയങ്കര ലൗഡ് സിറ്റി, ലൗഡ് ട്രാഫിക്കാണ് ഇവിടെ. ഹൽവില് തേനൊഴുക
കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട് കായ വറുത്ത് തരാടോ കറുമുറ വയറ് നിറച്ച് കഴിച്ചോ ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ് കൽബില് തേനൊഴുകണ കോഴിക്കോട് മിഠായി തെരുവൊരു ബീവി സൽക്കാരമിടുക്കുള്ള ബീവി മീൻചന്ത വഴിക്കുന്നു കേറി മഞ്ചുള്ള നടക്കാവ് താണ്ടി പുതിയാപ്പ ബീച്ചില് കേട്ടോ ബാബുക്ക പാടണ പാട്ട് കല്ലായി വീശണ കാറ്റിലോ സന്തോയം പൂക്കണ ചൂര് അങ്ങട് തട്ടി ഇങ്ങട് തട്ടി തമ്മിൽ തമ്മിൽ പുഞ്ചിരി കൂട്ടി എല്ലാരും ഇവിടെ ഒരു കൂട്ട് പത്തിരി ചുട്ട് ഒപ്പന തട്ടി ഇത്തിരി മുക്കിൽ നമ്മള് കൂടി ഒന്നായിട്ടിരിക്കണ നാട് ബാപ്പോ മുത്താണ് നമ്മുടെ കോഴിക്കോട് മുത്താണ് നമ്മുടെ കോഴിക്കോട് കൽവില് തേനൊഴുകണ കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കഞ്ഞിപ്പുര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി. കോഴിക്കോട് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല എല്ലാ റെസ്റ്റോറൻറ്റ്സിലും എപ്പോഴും തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് സീ ഫുഡ് സ്പെഷ്യൽ കഞ്ഞിയും ചട്ടിച്ചോറും നോർമൽ മീൽസുമാണ്. അതിൽ ചട്ടിച്ചോറിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മീൻകറി, സാമ്പാർ, മോര്, പായസം, കപ്പ, ഒപ്പം ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഉണ്ട്. നോർമൽ മീൽസിൽ ഈ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഇല്ല. പിന്നെ സീ ഫുഡ് കഞ്ഞിയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഈ ഒരു പ്ലേറ്റ് തന്നെ സീ ഫുഡ് കഞ്ഞിയുടെയാണ്. അതിൽ ഉണക്കമീനുണ്ട്, അച്ചാറുണ്ട്, പപ്പടം, ഉപ്പേരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ സീ ഫുഡ് സ്പെഷ്യലായിട്ട് കല്ലുമ്മക്കായ ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇഞ്ചിമിഠായി ഉണ്ട്, പ്രോൺസ് ഉണ്ട്, പ്രോൺസ് നല്ലതായിരുന്നു. കണവ ഓർ സ്ക്വിഡും നല്ലതായിരുന്നു. പിന്നെ തൈര്, കഞ്ഞി, ഈ സാധനങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ കോഴിക്കോടിനോട് ബായ് പറഞ്ഞു. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, കീപ് വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ബൈ.